ഇൻക്വസ്റ്റ് നടന്നതിന് ശേഷം നമുക്ക് ബത്തേരി ഹോസ്പിറ്റലാണ് പോസ്റ്റ്മോർട്ടം ഫർദർ പ്രൊസീജിയർ ഉള്ളത്. അതിനുശേഷം നമ്മൾ ഗ്ലോറിയ വയനാട് എന്നുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് പൊതുദർശനത്തിന് വെച്ചതിന് ശേഷം തുടർന്ന് വീട്ടിലേക്ക് കൊണ്ടുപോവുകയും അതിനുശേഷം അവിടുത്തെ സുരക്ഷാപരമായ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പള്ളിയിലേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശം ഒരു 2:30 ടൈമോട് കൂടി നമ്മൾ ഓഡിറ്റോറിയത്തിൽ വെക്കാവുന്ന രീതിയിലാണ് ഇപ്പോൾ പ്ലാനിങ് ഉള്ളത്. വൈകുന്നേരമായിരിക്കും, പക്ഷേ നടപടിക്രമങ്ങൾ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കതിൻ്റെ ടൈമുകൾ കാര്യങ്ങൾ ഫിക്സ് ചെയ്യാൻ ആരംഭിച്ചുള്ളൂ. ഞങ്ങളിപ്പോൾ എല്ലാവരും അതിനോടുള്ള ആലോചനകൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. കമലൊപ്പം ചേരുന്നുണ്ട്. കമൽ, വയനാട് ദുരന്തത്തിൽ നമ്മൾ ഓരോരുത്തരുടെയും വിവരങ്ങൾ, അനുഭവങ്ങൾ അറിഞ്ഞപ്പോൾ അക്കൂട്ടത്തിൽ വളരെ വേദനയോടെ അറിഞ്ഞ അനുഭവം ശ്രുതിയുടേതായിരുന്നു. അതിലൊന്ന്, 9 പേരെ നഷ്ടപ്പെടുക, ജീവിതത്തിന് മുന്നിൽ അങ്ങനെ പകച്ചു നിൽക്കുകയായിരുന്നു അവൾ. അതിനുശേഷം ചേർത്ത് പിടിക്കാൻ ജെൻസൺ ഉണ്ട് എന്നൊരു ആശ്വാസവും നമുക്കെല്ലാം തോന്നിയിരുന്നു. ആ ചേർത്ത് പിടിക്കൽ ജീവിതത്തിലുടനീളം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചു ആത്മാർത്ഥമായി. പക്ഷെ അവസാന നിമിഷം വരെ നമ്മൾ അങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരുന്നിട്ടും അവൾക്കത് നഷ്ടപ്പെട്ടല്ലോ കമൽ. അതുതന്നെയാണ് മോത്തി, നമ്മളെല്ലാവരും മിനിഞ്ഞാന്ന് വൈകിട്ട് മുതൽ ആ പ്രതീക്ഷയിലായിരുന്നു, പ്രാർത്ഥനയിലായിരുന്നു, എങ്ങനെയെങ്കിലും ജെൻസൺ തിരിച്ചു വരട്ടെ. കാരണം ഡോക്ടർമാരും ആശുപത്രി അധികൃതരും ഒക്കെ അത്തരമൊരു പ്രതീക്ഷ, അങ്ങനെ തിരിച്ചുവരവ് ഒരു ബുദ്ധിമുട്ടാണ്, അത്രയും അത്യാസന്ന നിലയിലാണെന്ന് പറയുമ്പോഴും അത് കേൾക്കുമ്പോഴും ഒക്കെ നമ്മൾ ആഗ്രഹിച്ചിരുന്നത് എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിക്കട്ടെ, ഒരു മിറാക്കിൾ സംഭവിക്കട്ടെ, ജെൻസൺ ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്നായിരുന്നു. പക്ഷേ ഇന്നലെ 8:57 ജെൻസന്റെ മരണം സ്ഥിരീകരിക്കുന്നത്. ശ്രുതി ആശുപത്രിയിൽ കൊണ്ടുവന്ന ശ്രുതിയുടെ 2 കാലിലും പൊട്ടലുണ്ട്. ശസ്ത്രക്രിയ കഴിഞ്ഞ് മറ്റൊരു ആശുപത്രിയിൽ ആണ്, അവിടെ നിന്ന് ശ്രുതിയെ കൊണ്ടുവന്നിരുന്നു. ശ്രുതി ജെൻസന്റെ കൈ പിടിച്ചു എന്നാണ് കണ്ടുനിന്നവർ പറയുന്നത്. അതിനുശേഷം തിരിച്ചുപോയി. ശ്രുതിയോട് പക്ഷേ ഇത് പറഞ്ഞിട്ടില്ല ആരും. പക്ഷേ ശ്രുതി ഒരുപക്ഷെ മനസ്സിലാക്കിയിട്ടുണ്ടാകും, ആശുപത്രിയിൽ ഒക്കെ ജോലി ചെയ്യുന്ന ആളാണ്, എന്തായാലും അത് അറിഞ്ഞിട്ടുണ്ടാകുമെന്നൊക്കെ പറയുന്നുണ്ട് ബന്ധുക്കൾ. ഈ ശ്രുതിക്ക് ഇനി ആരുണ്ട് എന്ന ചോദ്യമാണ് എല്ലാവരും ചോദിക്കുന്നത്. ശ്രുതിയുടെ പിതാവ് ശിവണ്ണൻ്റെ സഹോദരി ആണ് ഉണ്ടായിരുന്ന, അമ്മയും സഹോദരിയുമാണ് ആ കുടുംബത്തിൽ ഇനിയുള്ളത്. അവർ തന്നെയാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നതും ജെൻസനും ശ്രുതിക്കും ഒപ്പം. ഇപ്പോൾ ആ ചുരൽമലയിലെ പഞ്ചായത്ത് അംഗം, മേപ്പാടി പഞ്ചായത്ത് അംഗം സുഖുവേട്ടനും അതുപോലെ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും നമ്മളോടൊപ്പമുണ്ട്. ഈ ഒരു കുടുംബം നമുക്ക് അന്ന് വലിയൊരു ട്രാജഡി ആയിരുന്നു. 9 പേര് പോയി. ശിവണ്ണനും സവിതേച്ചി എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാവർക്കും പ്രിയപ്പെട്ടവരായിരുന്നു, മെമ്പറായിരിക്കുമ്പോഴും ഒക്കെ അല്ലേ. ഇനിയിപ്പോൾ ആരാണ് ശ്രുതിയുടെ കൂടെ കുടുംബത്തിൽ ഉണ്ടാവും? ശ്രുതിയുടെ കൂടെ ഇപ്പോൾ ആരാ കൂടുതൽ ഉള്ളതെന്ന് ചോദിച്ചാൽ അവരമ്മമ്മയുണ്ട്, അച്ഛമ്മയുണ്ട്. അച്ഛമ്മ കഴിഞ്ഞാന്ന് ആ വണ്ടിയിൽ പോയിരുന്നു. ആ വണ്ടിയിൽ പോയപ്പോൾ തന്നെ അവരിപ്പോൾ ഇന്നലെ ആശുപത്രി പോയപ്പോൾ അവർ കൈ ഒന്ന് പൊട്ടിയിട്ടുണ്ട്, താടിക്കൽ പരിക്കും പറ്റിയിട്ടുണ്ട്. കുടുംബങ്ങൾ ഇനി ഇന്നലത്തോട് നമുക്കറിയാം, കുടുംബത്തിൽ ഏകദേശം 10ഓളം പേരാണ് മരണപ്പെട്ടിരിക്കുന്നത്. ശ്രുതിയായാലും ശരി, ശിവണ്ണൻ്റെ മോളാണ് ശ്രുതി. ശ്രുതിൻ്റെ തൊട്ട് താഴെയുള്ള സിദ്ധരാജൻ്റെ മോളാണ് ലാവണ്യയും ശ്രുതി ഇപ്പോൾ ആ രീതിയിലാണ് നിൽക്കുന്നത്. പ്രായമായ അമ്മമ്മയുള്ളത് മാധവി എന്ന് പറയും. എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ദൈവത്തിന് മാത്രം നിശ്ചയമുള്ളൂ. ഈ ലാവണ്യയും ശ്രുതിയും മാത്രമാണ് അതിൽ കുട്ടികൾ ബാക്കിയുള്ളത് അല്ലേ? പിന്നെ അതുപോലെ തന്നെ മൂത്ത ഏട്ടനാണ് ഗുരുമലിൻ്റെ ഭാര്യയും പോയി, ഗുരുമലിൻ്റെ പേരക്കുട്ടിയും പോയി. പിന്നെ ഗുരുമലിൻ്റെ ഈ പറയുന്ന ശിവണ്ണൻ്റെ ഏട്ടനാണ് ഗുരുമലൻ. അവരിൽ 3-4 മക്കൾ പുറത്തായതുകൊണ്ട് അവർക്ക് വലിയ കുഴപ്പം കാര്യമില്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. ഇവർ ശരിക്കും പൂർവികർ കർണാടകയിൽ നിന്ന് തോട്ടം ജോലിക്കായിട്ട് വന്ന ഈ പേരുകളൊക്കെ അങ്ങനെ? അതെ, അവർ കർണാടകയിൽ നിന്ന് വന്ന ആൾക്കാർ. ലയത്തിലാണ് താമസിച്ചത്, പാടികളിലാണ് താമസിച്ചത്. അമ്മയുടെ ഗ്രാറ്റുവിറ്റി മേടിച്ചിട്ട് ആ സ്കൂളിൻ്റെ ഭാഗത്ത് നമ്മളറിയാലോ, ഫ്ലഡ് വന്ന 12ാം വാർഡിൽ ഒരു 15 സെൻറ്റ് സ്ഥലം മേടിച്ച് 3 മക്കൾക്ക് വീതിച്ചു കൊടുത്തു. 5 സെൻറ്റ് ഗുരുമലിനും ശിവണ്ണനും അതുപോലെ തന്നെ സിദ്ധരാജു എന്ന് പറഞ്ഞ അപ്പനയ്ക്കും. അവിടെ നിന്നാണ് ആ 3 വീടുകളാണ് കംപ്ലീറ്റ് പോയി. 9 മരണം അന്നവിടെ സംഭവിച്ചത്. ഇപ്പോൾ ഈ അവരുടെ ശ്രുതിയുടെ അമ്മയുടെ മൃതദേഹം DNA പരിശോധനയിൽ തിരിച്ചറിഞ്ഞു. അതിൻ്റെ തുടർ നടപടികൾ എന്തോ നടക്കുമായിരുന്നു അല്ലേ? അതായത് പിന്നെ DNA പരിശോധനയിൽ തിരിച്ചറിഞ്ഞ സബിതൻ്റെ മൃതദേഹം അവിടെ നമ്മൾ പൊതുശ്മശാനത്തിൽ നിന്ന് എടുത്തിട്ട് അവർക്ക് ദഹിപ്പിക്കണം എന്ന് പറഞ്ഞു. അതിനവർ ആപ്ലിക്കേഷൻ കൊടുത്തു. അത് ഇന്നലെ മിനിഞ്ഞാന്ന് ഓർഡർ വന്നു. അത് കൈമാറ്റം ചെയ്യേണ്ടത് ശ്രുതിക്കാണ്. അപ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങളുമായി പഞ്ചായത്ത് മുന്നോട്ട് പോവുകയാണ്. ഇവളെ പിറ്റേന്ന് രാവിലെ എത്ര മണിക്കാണ് എടുക്കേണ്ടത്, എപ്പോഴാണ് വരേണ്ടത് എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വൈകുന്നേരം 5 മണിക്കാണ് റിപ്പോർട്ട് വരുന്നത്. അങ്ങനെ ഓർഡർ വന്നിട്ട് അത് നോക്കുമ്പോഴാണ് ഇങ്ങനെ ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പഞ്ചായത്ത് ഹോസ്പിറ്റലിൽ വന്നു. അപ്പോൾ ഇത് കിട്ടിയില്ലപ്പോൾ ഓർഡർ അങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ്. ഇനി അതെന്ത് ചെയ്യണം എന്നുള്ളത്, ഇനി ആകെ ഉള്ളത് ശ്രുതിയും ജെയ്സനും ഒക്കെ പാടുണ്ടെങ്കിൽ അവരെന്തെങ്കിലും ചെയ്തിരുന്നു. ഇനി എന്താണ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്നും ഒരു ഇതുമില്ലാതെ ഓർഡർ ഇവിടെ കിടക്കുന്നുണ്ട്, പഞ്ചായത്തിലിരിക്കുന്നുണ്ട്.
ഞാൻ ഇന്നലെ ചൂരൽമലയിലൊക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു നാടിൻ്റെ ഒരു ആഘോഷമായിരുന്നു അല്ലേ ഇവരുടെ വിവാഹ നിശ്ചയവും വീട്ടിൽ കൂടലൊക്കെ. എങ്ങനെയായിരുന്നു അത്? 1 മാസം മുമ്പായിരുന്നു. 1 മാസം മുമ്പായിരുന്നു. വലിയൊരു ആഘോഷം. നമ്മൾ എല്ലാവരും പിന്നെ വിചാരിച്ചത് കല്യാണമായിരുന്നു എന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ നടന്ന നിശ്ചയം, അതുമായി ബന്ധപ്പെട്ട പരിപാടി, പിന്നെ ഒരു വീടിൻ്റെ ഫംഗ്ഷൻ, ആ രീതിയിലാണ് നമ്മൾ ചൂരമല ചർച്ചിൽ വെച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ നടന്നത്. അടുത്ത മാസം ഇപ്പോൾ പറഞ്ഞ പോലെ ഡിസംബറിലാണ് കല്യാണം നിശ്ചയിച്ചത്. ഇപ്പോൾ നമുക്ക് പറഞ്ഞ പോലെ 41 കഴിഞ്ഞാൽ ഒന്നും ഇല്ലാണ്ട് തന്നെ ഇവരെങ്ങോട്ട് അന്ന് 41 ആയിരുന്നു അതിൻ്റെ തലേദിവസം. ചൂരമല പിന്നെ ഈ ഗുരുമലൻ്റെ മോളെ വീടുണ്ട്, അത് പഴയ വില്ലേജ് റോഡിലാണ്. അവിടെയാണ് പരിപാടി ഫംഗ്ഷനൊക്കെ അറേഞ്ച്മെന്റ് ചെയ്തത്. ഈ കുടുംബാംഗങ്ങളുടെ 41 അവർ ഈ പറയുന്ന പോലെ തന്നെ സംസ്കാര ചടങ്ങ് അത് കഴിഞ്ഞിട്ടാണ് ഇവരെല്ലാവരും കൂടി പോയത്. പോയിട്ട് എന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകിട്ടോട് കൂടിയിട്ട് പിന്നെ ഈ പറഞ്ഞ മാധവിക്ക എന്ന് പറഞ്ഞ ശിവണ്ണൻ്റെ അമ്മയാണ്, സബിതയുടെ അമ്മായിയമ്മയാണ്. അവരെ മോൻ ഉള്ളത് കൊടുവള്ളിയാണ്. ആ യാത്രയിലാണ് ഈ അപകടങ്ങളൊക്കെ സംഭവിച്ചത്. അപ്പോൾ ഈ ശിവണ്ണൻ്റെ ഈ ശ്രുതിയുടെ കുടുംബക്കാരാണല്ല ഉണ്ടായിരുന്നത്? അല്ല, ആ വണ്ടിയിൽ കംപ്ലീറ്റ് ഉണ്ടായിരുന്നത് ഇവരുടെ കുടുംബം തന്നെയായിരുന്നു. ശിവണ്ണൻ്റെ ഭാര്യൻ്റെ കുടുംബം, അതുപോലെ തന്നെ ഗുരുമല്ലൻ്റെ കുടുംബം, അതുപോലെ തന്നെ ആ സിദ്ധരാജൻ്റെ കൂടെയും ആ ഒരു അമ്മയും മോളും എല്ലാം കൂടിയിട്ടാണ് ഉണ്ടായത്. അപ്പോൾ എല്ലാവരും പരിക്ക് പറ്റിയിട്ട് നമ്മൾ പറഞ്ഞാൽ ലിയോയിലുള്ളത്. അതാണ് മോത്തി. ആ കുടുംബത്തിൽ ബാക്കിയുള്ള അംഗങ്ങൾ കൂടുതലും പ്രായമായവരാണ്. ശ്രുതിയുടെ അച്ഛമ്മ, അതുപോലെ പിതാവിൻ്റെ സഹോദരി, അവരൊക്കെയാണ് ഉണ്ടായിരുന്നത്. ആ ആളുകളൊക്കെ ആയിട്ടാണ് പോയത്. ആ വണ്ടിയാണ് ഓടിച്ചിരുന്നത് ജെൻസൺ. ആ വാഹനമാണ് അപകടത്തിൽ പെട്ടത്. അവരൊക്കെ പരിക്കേറ്റിട്ടുണ്ട്. പക്ഷേ ആർക്കും അത്ര ഗുരുതരമായ പരിക്ക് ഉണ്ടായില്ലെങ്കിൽ കൂടി കൈയും കാലും ഒക്കെ പൊട്ടിയ അവസ്ഥയിലൊക്കെയാണ് ഈ അച്ചമ്മയും ഒക്കെ ഉള്ളത്. മറ്റൊന്ന് ഈ വിവരം പങ്കുവെച്ചത് ഈ അമ്മ സബിതയുടെ DNA പരിശോധനയിൽ മൃതദേഹം തിരിച്ചറിഞ്ഞിരുന്നു. അത് പൊതുശ്മശാനത്തിൽ സംസ്കരിച്ച് അവിടെ നിന്ന് എടുത്ത് ദഹിപ്പിക്കണമെന്നൊരാഗ്രഹം ഈ ശ്രുതിയും ജെൻസനും പറഞ്ഞതനുസരിച്ച് ആ അപേക്ഷ അംഗീകരിച്ചൊരു ഉത്തരവ് പഞ്ചായത്തിൽ എത്തിയിരുന്നു. അത് അറിയിക്കാനിരിക്കുമ്പോഴാണ് ഈ അപകടം പറ്റിയെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയുന്നത്. അത്തരത്തിൽ ആകെ എല്ലാവരെയും സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത്. മോത്തി പറയാറുണ്ട് തനിച്ചായി പോയി, ദുരന്ത മുഖത്ത് ഒറ്റപ്പെട്ടു പോയി എന്നൊക്കെ. ഈ ഒറ്റപ്പെടലിനൊക്കെ ഒരു പരിധിയില്ലേന്ന് നമ്മൾ ആലോചിച്ചു പോവും. ഇതൊരു ജീവിതത്തിന്റെ പരീക്ഷണം ആണ് എന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും ഇത്രത്തോളമൊക്കെ ഒരാൾ പരീക്ഷിക്കപ്പെടുമോ? എങ്ങനെയാണ് ഈ പരീക്ഷണമൊക്കെ ശ്രുതി കടന്നു പോവുക? അതിനുള്ള മനക്കരുത്ത് എവിടെ നിന്നാണ് കിട്ടുക? ഒപ്പം ആരായിരിക്കും നിൽക്കുക? തുടങ്ങിയ കാര്യങ്ങളൊക്കെ മലയാളികൾ ഇന്ന് സ്വീകരണ മുറികളിൽ ഇരുന്ന് ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കമൽ, മോത്തി, അതുതന്നെയാണ് ഞാനിപ്പോൾ ഈ സുഖേട്ടനോട് ചോദിച്ചത്, പഞ്ചായത്ത് മെമ്പറോട് ചോദിച്ചത്. അപ്പോൾ പറയുന്നത് ആ 2 കുട്ടികൾ സഹോദരന്മാരുടെ മക്കളായ ശ്രുതിയും ലാവണ്യയും മാത്രമാണ് ചെറുപ്പക്കാരായി ആ കുടുംബത്തിലുള്ളത്. ബാക്കി അച്ഛമ്മയും പിതാവിൻ്റെ സഹോദരിയുമൊക്കെയാണ്. ബാക്കി എല്ലാവരും, അച്ഛനും ചെറിയച്ഛനും ഒക്കെ മരിച്ചുപോയിരിക്കുന്നു. ഇനി ആര് കൂടെ എന്നുള്ള ചോദ്യത്തിന് നമ്മളെല്ലാവരും കൂടെ നിൽക്കുക, എല്ലാവരും ഏതെങ്കിലും തരത്തിൽ, എല്ലാവരും നേരിട്ട് ശ്രുതിയോടൊപ്പം ഉണ്ടാവുക എന്നതിനപ്പുറത്ത് ഏതെങ്കിലും തരത്തിൽ ശ്രുതിയുടെ മുന്നോട്ടുള്ള പോക്കിന് സർക്കാരും പൊതുസമൂഹവും ഒക്കെ ഒപ്പം നിൽക്കുക എന്നേ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനാകൂ. മോത്തി പറഞ്ഞതുപോലെ പരീക്ഷണത്തിനൊക്കെ ഒരു അവസാനമില്ലേ എന്ന ചോദ്യം തന്നെയാണ്. കാരണം 1 മാസം ആകുന്നു. അന്ന് മരിച്ചവരുടെ 41ന്റെ ചടങ്ങുകൾക്ക് ചൂരൽമലയിൽ അവരുടെ കുടുംബത്തിൽ ബാക്കിയുള്ള ഒരു വീടുണ്ട്. അവിടെ ആ ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കി അവർ മടങ്ങുകയായിരുന്നു കൊടുവള്ളിയിലെ ബന്ധുവീട്ടിലേക്കാണ്. അപ്പോഴാണ് ഈ അപകടം എത്തുന്നത്. ഇങ്ങനെ ഒരു ദുരന്തം, തുടർച്ചയായി വരുന്ന ദുരന്തത്തെ ഒരാൾക്ക് എങ്ങനെ അതിജീവിക്കാനാകും? അതും 24 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി. അതുതന്നെയാണ് ചോദ്യം ഉയരുന്നത്. നമുക്ക് എങ്ങനെയെങ്കിലും അവൾ ഈ കാലഘട്ടം കടന്നു പോകട്ടെ, അല്ലെങ്കിൽ അവൾ അതിജീവിക്കട്ടെ എന്ന് മാത്രമേ ആശിക്കാനാവുകയുള്ളൂ. മോത്തി, ഇത്രയും വലിയൊരു ദുരന്തം സംഭവിച്ച മാനസികമായി വല്ലാതെ തകർന്നിരിക്കുമ്പോഴും അവൾക്ക് ജീവിതത്തിലേക്കുള്ള പ്രതീക്ഷയുടെ ഒരു തിരുനാളം പോലെ ഉണ്ടായിരുന്നത് ആ ചേർത്ത് പിടിച്ച കരങ്ങളാണ്, ജെൻസനാണ്. ദൃശ്യങ്ങളിൽ ഞാനത് വീണ്ടും വീണ്ടും പറയുന്നത്, ദൃശ്യങ്ങളിലൂടെ പ്രേക്ഷകർക്കും കാണാൻ ഇപ്പോൾ കഴിയുന്നുണ്ട്. കമൽ, നമ്മളൊരു വിൻഡോയിൽ കാണിക്കുന്നുണ്ട് ജെൻസൺ അങ്ങനെ ഒരു കൈകൊണ്ട് ചുറ്റി പിടിച്ചിരിക്കുന്നത് ദൃശ്യങ്ങളിലുണ്ട്. അതൊരു ചേർത്ത് പിടിക്കലും കരുതലുമാണ്. ഏറ്റവും വിലപ്പെട്ടതായിരുന്നു അത്. ആ വിലപ്പെട്ടത് നഷ്ടപ്പെട്ടാൽ ഇനി എന്ത് എന്നുള്ള ചോദ്യം അതൊരു വലിയ ചോദ്യചിഹ്നമായി അവൾക്ക് മുന്നിൽ നിൽക്കുന്നു. നമുക്ക് എങ്ങനെയൊക്കെ ആയിരിക്കും മലയാളികൾക്ക് സഹായിക്കാനാവുക എന്നത് ഒരു വ്യക്തതയില്ലാതെ നിൽക്കുകയാണിപ്പോൾ. മോത്തി, ആ കൈപിടിക്കൽ അതായിരുന്നു ദുരന്തഭൂമിയിലെ ഏറ്റവും ആശ്വാസകരമായ കാഴ്ച. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു നമ്മൾ ആ കാണുന്ന ദൃശ്യങ്ങൾ പൊതുശ്മശാനത്തിൽ നിന്നുള്ളതാണ്. അവിടെ ഉള്ള ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കുമ്പോഴാണ് ജെൻസന ചേർത്ത് പിടിച്ച് നിൽക്കുന്നതും അവിടെ നിന്ന് കൈ ഓർത്തു പിടിച്ച് പോകുന്നതുമൊക്കെ. ആ ദൃശ്യങ്ങൾ ആയിരുന്നു ഏറ്റവും ആശ്വാസകരമായൊരു ദൃശ്യമായിരുന്നു അത്. പക്ഷേ ആ കൈപിടിച്ചയാളും പോയിരിക്കുന്നു. ഇനി വീണ്ടും ശ്രുതി ഒറ്റയ്ക്കാകുന്നു എന്നുള്ളത് തന്നെയാണ് അവസ്ഥ. എന്ത് ഇനി ചെയ്യാനാകുമെന്നതിൽ ശ്രുതി
ശ്രുതിക്ക് നല്ലൊരു ജോലി. ഈ ജെൻസന്റെ ചില അഭിമുഖങ്ങളൊക്കെ ഇന്നലെ കാണുമ്പോൾ അതിലൊക്കെ ജെൻസൺ പറയുന്നുണ്ട് ശ്രുതിക്ക് ഒരു ജീവിതം, വീട് വേണം, ജോലി വേണം എന്നൊക്കെ. അത്തരത്തിൽ ആ ജെൻസന്റെ ആഗ്രഹങ്ങളൊക്കെ സബലീകരിക്കാൻ സർക്കാരിനോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിനോ കൂടെ നിൽക്കുന്നവർക്കോ എങ്ങനെ കഴിയും, അതെങ്ങനെ സാധിച്ചു കൊടുക്കും എന്നാണ് ഇനി ചിന്തിക്കേണ്ടത്. അതുതന്നെയായിരിക്കും നമ്മൾക്കൊക്കെ ചെയ്തു കൊടുക്കാനാവുക. മോദി, നമുക്ക് പലതും ചെയ്തു കൊടുക്കാനാവുമെന്ന് പറയുമ്പോഴും ഒരാളായി കൂടെ നിൽക്കാൻ ആരുമില്ല എന്ന് പറയുന്ന ഒറ്റപ്പെടൽ അതൊരു വാക്കുകൊണ്ട് വരച്ചിടാൻ കഴിയുന്നതല്ല. എത്രയോ വാക്കുകൾ കൊണ്ടാണെങ്കിൽ പോലും അത് വരച്ചിടാനോ വിവരിക്കാനോ കഴിയുന്നതല്ല കമൽ. ഇനി സർക്കാർ ഉണ്ടാവട്ടെ, ഒപ്പം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സഹായങ്ങൾ ഉണ്ടാവട്ടെ, ജീവിതം കരുപിടിപ്പിക്കാൻ, ജീവിതത്തിൽ താങ്ങാവാൻ അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ വളരെ നല്ലൊരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം, അല്ലേ? അങ്ങനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മിനിഞ്ഞാന്ന് ഈ അപകടം നടന്ന അതിന് പിന്നാലെ തന്നെ അത്തരത്തിൽ മന്ത്രിമാരുൾപ്പെടെയൊക്കെ ചികിത്സയുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. സർക്കാരിൻ്റെ ഒരു ചേർത്തുപിടിക്കൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. മറ്റെന്താണ് നമുക്ക് പറയാനാവുക? കാരണം ഇത്രയും അധികം ദുരന്തങ്ങൾ ഈ ചുരുങ്ങിയ കാലയളവിൽ, ഒരു മാസം പിന്നിട്ട് ഒരു ദുരന്തത്തിൽ നിന്ന് കരകയറുമ്പോഴേക്ക് വീണ്ടും ഒരു ദുരന്തം, ഒരു കുട്ടിയെ വേട്ടയാടുമ്പോൾ മറ്റെന്താണ് നമുക്ക് പറയാനാവുക? ചേർത്ത് പിടിക്കുക എന്നേ പറയാനാവുകയുള്ളൂ. പക്ഷേ അത് ഈ മോത്തി ചോദിച്ചതുപോലെ തന്നെ എങ്ങനെ കൂടെ നിൽക്കാനാകും, ഒപ്പം നിൽക്കാനാകും, എങ്ങനെ അവളെ ആശ്വസിപ്പിക്കാനാകും? അങ്ങനെ ഉത്തരമില്ലാത്ത ചോദ്യങ്ങളാണ് ചുറ്റും ഉള്ളത്. മോത്തി.